രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറെ പീറ ജന്മങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. ഇത് എന്നെ ഓടമ്പാ വേടക്കോഴി കുഴമ്പാ പുരിയാമ ഞാൻ പാക്കുറേൻ. ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. പെണ്ണായി പോയി ഇല്ല, ചുമരന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ നിന്നെ. വഴി കൂടെ പാട്ടയും പറക്കി നടന്നവനെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീൽ ആവുന്നു ഭയങ്കരമായിട്ട്. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. A few moments later. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. ബോഡി വന്നോ? അപ്പൊ എന്നെ കാണാൻ നിങ്ങൾ വരില്ലേ? പറഞ്ഞു നാക്കെടുത്തിട്ടില്ല, 100 ആയിസ. അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് കിടക്കാം. ജോലിക്ക് പോകാൻ വയ്യാത്ത രേഷ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അച്ഛനും അമ്മയും ഒരുപാട് പേരുണ്ടല്ലോ. അച്ഛനും അമ്മയും തടങ്ങുന്ന സംഘങ്ങൾക്ക് ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് സുധി എന്ന കലാകാരന്റെ പേരുപയോഗിച്ച് തിന്നുന്ന ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഈ ജന്തുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിത്വമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടെ മുന്നിലേക്ക് അവന്റെ ജീവിതം തുറന്നു വെച്ചിട്ടുണ്ട്. പോയി കാണുന്ന ആറികളെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്ന് വേഗം പറഞ്ഞു തൊലക്ക്. ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. നീയൊന്നും ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞു. ഫ്ലാഷ് ബാക്ക്. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ ആം കൺഫ്യൂസ്ഡ്. ബ്രോ പ്ലീസ്, ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. സഹിക്കാൻ പറ്റാത്തോണ്ടാണ് ഇതിന് ഇംഗ്ലീഷ് എന്നാണ് പറയണത്. ടോട്ടലി ഐ ആം കൺഫ്യൂസ്ഡ്. ഈ തള്ള എന്താണ് പറയുന്നത്? ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് ഏതാണ്ട് ഭയങ്കര സങ്കടം വന്ന്. എടോ ഒന്ന് വേഗം പറഞ്ഞു തൊലക്ക്. രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടവും ഇല്ല. ഇനി ആരും സൂത്രം കാണിച്ചാ എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടിപ്പില്ലേ? എന്തൊരു കുശുപ്പാ നിങ്ങൾക്ക്. അതിന് നീയേതാ? എന്ത് വെറുപ്പീരായിരുന്നു. ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. വിശ്വസിക്കരുത്, ഇതിവിടെ അഭിനയമാണ്. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. എന്നെ കുശുമ്പന്മാരാ. നിനക്കൊന്നും മരുന്നില്ല, അസൂയക്ക് കുശുമ്പിന് മരുന്നില്ല. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. ഒരക്ഷരം പോലും തെറ്റിയില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. എന്നറിക്കാണ്ട് നീ ആത്മഹത്യ ശ്രമിച്ച കൊന്നുകളി ഞാൻ. മനുഷ്യന്റെ മനസ്സിലൊരു സമാധാനമൊക്കെ ഉണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. ചക്കരെ ഓക്കടിച്ചായിട്ട് നാളെ വിളിക്കാമേ. എടാ കോപ്പേ, എന്ത് നല്ല കുട്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞോ, നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. പുല്ലേന്നും കോപ്പേന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോടാം. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഹലോ ഗൈസ്, ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയാ ഒന്ന് ചിരിച്ചേക്കണം. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഞെട്ടും. നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയാമോ, നിങ്ങൾക്കറിയാമോന്നറിയേ. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബെസ്റ്റ് കോമഡി. നിങ്ങൾക്കറിയാമോന്നറിയില്ല, ഞാനൊരു ചോക്ലേറ്റ് കൊതിച്ചയാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാണ്? എപ്പോഴൊന്നുമല്ല, കൊതി കയറിയ ഞാൻ ചോക്ലേറ്റ് മേടിച്ചു. അതിന് ഞാൻ എന്ത് വേണം? നാളെ ഞാൻ തൃശ്ശൂർ ഗുരുവായൂർ വരുന്നുണ്ട്. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. നിന്നോട് ആരാടി അഭിപ്രായം ചോദിച്ചത്? അപ്പം ഞാനിത് കഴിക്കാം.
അവൻ കാണിച്ചു വിട്ടണ. അയ്യോ അയ്യോ ദാരിദ്ര്യം. കഴിക്കുന്ന കാണിക്കണോ? പുതിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ എന്നെ പറ്റി? പുതിയൊരു വിവാദം ദേ ഇപ്പൊ പൊട്ടിപ്പുറപ്പെടാൻ പോവാൻ തോന്നുന്നു. കമന്റിലൂടെ ഒക്കെ വരുന്നുണ്ട് ഞാനൊരു ഡൽഹി ബേസ്ഡ് ആർമിക്കാരനുമായിട്ട് പ്രണയമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. അപ്പൊ ഇത് കഴിക്കാം ആദ്യം. ഇതൊരുമാതിരി തൂറാത്തം തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ മാതിരിയല്ല. അടിപൊളി. തല ചവർപ്പുണ്ട് കേട്ടോ. ആട്ടുംകാട്ടത്തിന് പിന്നെ അവലൂസിനുടെ രുചി ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് തരാതിരിക്കത്തില്ല, ഇതാ കഴിച്ചോളൂ. അതിലും നല്ലത് വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്നതോ. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ, എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കോ. Totally I'm confused. Totally I'm confused. തീരാണല്ലേ അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇപ്പൊ മനസ്സിലായി. ആ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. എന്റെ അടുത്ത് നമ്പർ തള്ളേ. അയ്യോ ഞാനത് മറന്നു. കരച്ചില് തുടങ്ങി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. തള്ളു കാരണം പോരല്ലേ ഫീസ് വരെ അടിച്ചു പോയി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇഷ്ടം പോലെ ഇത് എന്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നവർക്ക്. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. എന്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നവർക്ക്. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. ഇതിനേക്കാൾ ഉറക്കെ ചങ്കു പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രാത്രി മുഴുവൻ. എനിക്ക് അപ്പോഴും എന്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കണം, അപ്പോഴേ അറിയൂ. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. പോയി ചത്തുടടാ. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. മാറ്റടാ ഗിയർ. ബിഫോർ സൂചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. സൂചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു അല്ല ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. A few moments later. ആ അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട്. എന്താ അഭിനയം. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. ചക്കരെ ഓക്കടി ചേട്ടൻ നാളെ വിളിക്കാമേ.